ഭാഗത്തിൽ മുനി പാണ്ഡുവിനെ ശപിക്കുന്നതും രണ്ടാം ഭാഗത്തിൽ പാണ്ഡു പശ്ചാത്തപിക്കുന്നതും വിലപിക്കുന്നതുമായിട്ടുള്ള ഭാഗമായിരുന്നു. മൂന്നാം ഭാഗത്തിൽ ലൗകിക ജീവിതം ത്യജിക്കേണ്ടി വരുന്ന പാണ്ഡുവിനെ തൻ്റെ പത്നിമാരോടൊത്ത് വസിക്കുമ്പോൾ അതിന് സാധിക്കാനാവാതെ വരുന്ന മാനസികാവസ്ഥയും ഒടുവിൽ മരണത്തെ വരിച്ചാലും ശരി തൻ്റെ ലൗകിക ജീവിതം തനിക്ക് വെടിയാനാകില്ല എന്ന് മനസ്സിലാക്കിയ പാണ്ഡു മാദ്രിയെ പ്രാപിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നതാണ് മൂന്നാം ഭാഗം പാണ്ഡു. കൈപ്പുറ്റ വിരക്തിതൻ ശുഷ്കരുദ്രാക്ഷം മാറിൽ കത്തുന്ന രതിയുടെ കനലെന്നുയിരിലും ലോലതന്തുവാമിന്ദ്രിയങ്ങളെ ഉലയ്ക്കുന്ന ലോഭനീയമാം കാന്ത നൈവേദ്യങ്ങളൻ ചുറ്റും നിഴലായൊപ്പം പോരും ശാപഭീതിയിൽ ക്രൂര നിയതി നടത്തുന്നു പിന്നെയും മുന്നോട്ടെന്നെ. ജീവിതമാശാ നൈരാശ്യാതങ്ക വിമുക്തമായി ഈ വനപ്രകൃതിയോടിനെ ഇനിയും ഇണങ്ങിയില്ല. പിഞ്ചു കാലടി കാണാൻ മോഹമായി വംശത്തിൻ്റെ പിന്തുടർച്ചയ്ക്കാകിലും മന്ത്രത്താൽ ആനയിച്ചു യമധർമ്മനെ വായുദേവനെ ദേവേന്ദ്രനെ അതിഗൂഢമായി കുന്തി വരസന്താനം നേടി. പിന്നെയും ഒടുങ്ങിയിലൻ അപത്യമോഹം കുന്തി മുന്നിൽ വന്നരുതിനിയെന്ന് കൈകൂപ്പിക്കേണാൾ. എൻ്റെ ഇംഗിതത്തിന് മാപ്പുസാക്ഷിയായി മാദ്രി പിന്നെ അശ്വിനീ ദേവസന്താനങ്ങളെ പെറ്റു. ഭർത്തൃനിയോഗത്തെ നിറവേറ്റവേ അവർക്കാത്മനിന്ദനത്തിൻ്റെ കൈപ്പുള്ളിൽ തിരട്ടിയോ. വിണ്ണിൽ നിന്നെതിരേറ്റ വിത്തുകളല്ലോ താഴെ മണ്ണിലാകിലും പൊട്ടിക്കിളുർത്തു പൊന്നീരിലക്കൺ വിരിയുമ്പോൾ അതിനെന്തപൂർവമാം ഭംഗി എന്ന ചിന്തയിൽ അന്യചിന്തകൾ മറന്നു ഞാൻ. അമ്മമാരുമായി പൊന്നും കുടങ്ങളവരഞ്ചും എൻ മുന്നിൽ അണയുമാ കാഴ്ചയല്ലയോ സ്വർഗം. അമ്മമാരുമായി പൊന്നും കുടങ്ങളവരഞ്ചും എൻ മുന്നിൽ അണയുമാ കാഴ്ചയല്ലയോ സ്വർഗം. കാട്ടിലും കനിവിൻ്റെ നീരുറവുപോൽ കാട്ടിലും കനിവിൻ്റെ നീരുറവുപോൽ വിധി വാട്ടിയ വാഴ്വിൽ നിന്നും വാത്സല്യമുണരുന്നു. താരാട്ടായി താലോലമായി കഥ ചൊല്ലലായി കാട്ടുതാമര പൂമ്പൊയ്കയിൽ നീന്തലും നീരാട്ടുമായി. രാവുകൾ പകലുകൾ പോവതുമറിയാതെ കേവലാനന്ദം നുകർന്നിരുന്നു മൽപത്നിമാർ. മാരിവില്ലുകൾ പൊട്ടിച്ചിതറീ മണ്ണിൽ വർണ്ണമാരി പെയ്തതുപോലെ പൂത്തു കാനനം വീണ്ടും. മാരിവില്ലുകൾ പൊട്ടിച്ചിതറീ മണ്ണിൽ വർണ്ണമാരി പെയ്തതുപോലെ പൂത്തു കാനനം വീണ്ടും. ദേവതാരത്തിൽ കർണികാരത്തിൽ ഇലഞ്ഞിയിൽ പാരിജാതത്തിൽ ചൂത ചമ്പകത്തരുക്കളിൽ ഋതുമംഗല്യമാകും ആദ്യത്തെ പൂമൊട്ടുകൾ വിടർത്തി വനശ്രീയെ പുൽകിനാൻ വസന്തർത്തു. ഋതുമംഗലമാകും ഈ ആദ്യത്തെ പൂമൊട്ടുകൾ വിടർത്തി വനശ്രീയെ പുൽകിനാൻ വസന്തർത്തു. ചെങ്കുറുഞ്ഞിയോ ഒരു കുറുമ്പിയെപ്പോൽ ഒന്ന് പുഞ്ചിരിക്കാതെ നിന്ന കന്യാം തരുവല്ലേ മാദ്രി. നിൻ കരാശ്ലേഷമാത്രയിൽ മലർ ചൂടി ആ തിരുവുടലാകെ തുടുത്തു പൊന്നായല്ലോ. ഇന്നെനിക്ക് അസൂയ തോന്നുന്നിതാ കുരവക കന്യയോടവളിന്ന് ധന്യയായി നിൻ സ്പർശത്താൽ.
ഹസ്തിനപുരത്തിലെ പ്രമദവനത്തിൽ പണ്ടെത്രയോ നാൾ മുമ്പിതുപോലൊരു വസന്തത്തിൽ വന്നണഞ്ഞു നീ. സാക്ഷാൽ അപ്സരസ്സെന്നേ തോന്നി. അന്നു നിൻ ചിലമ്പണിക്കഴലിൻ ചവിട്ടേൽക്കെ പൊന്നശോകത്തൈയൊന്നു പൂവിട്ടതോർക്കുന്നുവോ? അന്നതു പകർന്ന ഹർഷോന്മാദം മറന്നുവോ? ഇന്ന് നിൻ കഴലിൽ നിന്നാ ചിലമ്പഴിഞ്ഞുപോയി. ഇന്നു നിൻ കഴലിൽ നിന്നാ ചിലമ്പഴിഞ്ഞുപോയി. ഇന്ന് നീ നവോഢയല്ലെന്ന് നൃത്തവുമില്ല. ഇന്ന് സാത്വിക വൃത്തിയായൊരമ്മ നീ. എന്നാലും ഇന്നുമെൻ മിഴികളിൽ നീയൊരപ്സരസ്സല്ലോ. എന്നാലും ഇന്നുമെൻ മിഴികളിൽ നീയൊരപ്സരസ്സല്ലോ. നേർത്ത ശുഭ്രമാം വസ്ത്രത്തിനുള്ളിൽ നിൻ താരുണ്യം ആർത്തമായി കേഴുന്നീലേ ചക്രവാകിയെ പോലെ. എരിവേനലിൽ വറ്റും താമരപ്പാടത്തു നിന്നൊരു നാൾ കാണാതെയാം പൂക്കളുമിലകളും മണ്ണിന്റെ അടിയിലാണ്ടൊളിക്കുമതിൻ ശ്യാമകന്തങ്ങൾ വർഷാപാത മന്ത്രം കേട്ടുണരുന്നു. അതിൽ നിന്നൊരു ബിസതന്തുപോൽ പത്രം പോൽ പൊന്നലർ പോൽ എന്നുള്ളിലീ സമ്മോഹമുണരുന്നു. എരിവേനലിൽ വറ്റും താമരപ്പാടത്തു നിന്നൊരു നാൾ കാണാതെയാം പൂക്കളും ഇലകളും മണ്ണിന്റെ അടിയിലാണ്ടൊളിക്കുമതിൻ ശ്യാമകന്തങ്ങൾ വർഷാപാത മന്ത്രം കേട്ടുണരുന്നു. അതിൽ നിന്നൊരു ബിസതന്തുപോൽ പത്രം പോൽ പൊന്നലർ പോൽ എന്നുള്ളിലീ സമ്മോഹമുണരുന്നു. മാദ്രീ, നീ എൻ മുന്നിലൂടൊഴുകും സൗന്ദര്യമാണ്. ആർദ്രമാനസനായി ഞാൻ നോക്കി നിന്നു പോം നേരം അറിയാതെ ഇക്കരപുടം നിന്നേർക്കലസം നീളും നേരം. ഭദ്രേ, നീ ഭയാകുലം എന്നെ നോക്കുമ്പോൾ എന്നോടാ നോട്ടമർത്തിക്കയോ? എന്റെ മംഗല്യം ചിരായുസ്സാവാൻ കനിഞ്ഞാലും. ഭദ്രേ, നീ ഭയാകുലം എന്നെ നോക്കുമ്പോൾ എന്നോടാ നോട്ടമർത്തിക്കയോ? എന്റെ മംഗല്യം ചിരായുസ്സാവാൻ കനിഞ്ഞാലും. ഒന്നു നിൽക്കുക, ശാപപാപഭീതികൾ വെടിഞ്ഞിന്നൊരു നിമിഷം ഞാൻ നിന്നോട് യാചിക്കുന്നു. എന്നെന്നും എന്റേതാം ഈ സൗന്ദര്യാമൃതപാത്രമൊന്നെൻ്റെ ചുണ്ടോടടുപ്പിക്കുവാൻ കനിയുക. മൃത്യുവെ, വിരൽത്തുമ്പാൽ വിലക്കി നിർത്താൻ പോരും ഒന്നു നിൽക്കുക, ശാപപാപഭീതികൾ വെടിഞ്ഞിന്നൊരു നിമിഷം ഞാൻ നിന്നോട് യാചിക്കുന്നു. എന്നെന്നും എന്റേതാമീ സൗന്ദര്യാമൃതപാത്രം ഒന്നിൻ്റെ ചുണ്ടോടടുപ്പിക്കുവാൻ കനിയുക. മൃത്യുവെ, വിരൽത്തുമ്പാൽ വിലക്കി നിർത്താൻ പോരും ശക്തി, മംഗലമഹാശക്തി നീ കനിയുക. മൃണ്മയമാമീ പാത്രം വീണുടഞ്ഞുപോം ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിനം. ഉടയാതിരിക്കുമോ എന്നെന്നും അത് ശുദ്ധശൂന്യമായിരിക്കുകിൽ. ഉടയാതിരിക്കുമോ എന്നെന്നും അത് ശുദ്ധശൂന്യമായിരിക്കുകിൽ. ഇന്നൊരു നിമിഷം നീ പാത്രം നിറയ്ക്കുക. വരൂ നീ ഭദ്രേ, വ്രീള നമ്രയാകയോ നവവധുവായാദ്യം വന്ന നാളെന്ന പോലെ ഇന്നും. കാതങ്ങളേറെ പിന്നിട്ടൊഴുകി ഒഴുകി സ്നേഹാതുരം വിളിക്കും നീരാഴിയിൽ നിപതിക്കും. ഏതോ നിപ്നകയുടെ നിസ്സഹായതയോടെ ദേവി ഞാൻ അടിതെറ്റി വീഴുന്നു നിന്നോടൊത്തുചേരുവാൻ. ബലിമൃഗം താനേ എത്തുന്നു യജ്ഞവേദിയിൽ. ഇതൻ മൃതിയല്ലല്ല, ഇതൻ മോക്ഷം. കാതങ്ങളേറെ പിന്നിട്ടൊഴുകി ഒഴുകി
സ്നേഹാതുരം വിളിക്കും നീരാഴിയിൽ നിപതിക്കും ഏതോ നിമ്നകയുടെ നിസ്സഹായതയോടെ ദേവി ഞാൻ അടിതെറ്റി വീഴുന്നു നിന്നോടൊത്തു ചേരുവാൻ. ബലിമൃഗം താനേ എത്തുന്നു യജ്ഞവേദിയിൽ, ഇതൻ ഹൃതിയല്ല ഇതൻ മോക്ഷം. എന്നിലേക്കണയുകൻ കൈകളിലേക്കൻ, ദ്രുതസ്പന്ദിത വക്ഷസിലേക്കൻ, പ്രാണങ്ങളിലേക്കൻ, ദഗ്ധമാം ആത്മാവിലേക്കാർത്തനാദത്തോടെ ഒരു തപ്തശലാക പോൽ ഭദ്രേ നീ പതിക്കുന്നു. ഈ ഉടൽ പുണർന്നുകൊണ്ടീ മുഖം മുകർന്നുകൊണ്ടീ മാത്രമരിക്കുവിൽ മരണം മോക്ഷം ഭദ്രേ. ഈ ഉടൽ പുണർന്നുകൊണ്ടീ മുഖം മുകർന്നുകൊണ്ടീ മാത്രമരിക്കുകിൽ മരണം മോക്ഷം ഭദ്രേ. അങ്ങനെ പാണ്ഡു മരിക്കുകയാണ്, മൃത്യുവിനെ വരിക്കുകയാണ്. അതോടുകൂടി 3-ാം ഭാഗം അവസാനിക്കുന്നു. 4-ാം ഭാഗം മാദ്രി വിലപിക്കുന്ന, പശ്ചാത്തപിക്കുന്ന, കുന്തിയോടുണർത്തുന്ന കാര്യങ്ങളാണ് 4-ാം ഭാഗം. നന്ദി.